എൻ്റെ പേര് അഞ്ജന എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഞാൻ ജപ്പാനിലോട്ടുള്ള വിസയെ പറ്റിയും അവിടുത്തെ അബ്രോഡ് സ്റ്റഡീസിനെ പറ്റിയൊക്കെ നോക്കിയപ്പോഴത്തേക്കാണ് JLA എന്ന് പറയുന്ന ഇത് ഞാൻ ഗൂഗിൾ മാപ്പ് വഴിയിട്ടാണ് കണ്ടുപിടിച്ചത്. അതിൻ്റെ നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പോഴത്തേക്കും എനിക്ക് കോഴിക്കോട് വരെ വന്ന് പെട്ടെന്ന് തിരക്കാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഫോൺ കോൾ വഴിയാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് പറയുകയും വളരെ ജെന്യുവിനായിട്ടുള്ളയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് JLA സമീപിച്ചത്. പക്ഷേ ഇവിടുത്തെ എല്ലാ കുട്ടികളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ വിളിച്ചിട്ട് വിചാരിക്കും എന്താ ഇവർ കൂടുതലൊന്നും പറയാത്തത്, അല്ലെങ്കിൽ ഇവർ ഡിമാൻഡ് ചെയ്യാറില്ല. JLA പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഡിമാൻഡ് ചെയ്യാറില്ല. ഒട്ടുമിക്ക സ്റ്റുഡൻസ് അല്ലാതെ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു. ഈ ഫോട്ടോസൊക്കെ ജാപ്പനീസ് ലാംഗ്വേജിൽ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് ഞങ്ങളെ ബന്ധപ്പെട്ട കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവരങ്ങനെ കൂടുതൽ ഡിമാൻഡ് ചെയ്യാറില്ല. അതേ അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യാറില്ല. നമ്മുടെ പാഷനും നമ്മുടെ ഇൻട്രസ്റ്റും അനുസരിച്ച് നമ്മൾ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അവർ നമ്മളെ പ്രോപ്പർ ഗൈഡൻസ് തരും. നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് JLA ചൂസ് ചെയ്തത്.